പണമില്ലാതെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്ന സംഘടനയായ ഫീഡ് കണ്ണൂരിന് ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ 31K ബറ്റാലിയൻ കേഡറ്റുകളുടെ നേതൃത്വത്തിൽ ഭക്ഷണപ്പൊതികൾ നൽകി. രണ്ടാമത്തെ തവണയാണ് ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സംഭാവനയായി ഭക്ഷണം നൽകുന്നത്. 100-ലധികം ഭക്ഷണപ്പൊതികളാണ് വിതരണം ചെയ്തത്. NCC വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലായിരുന്നു ഭക്ഷണം വിതരണം ചെയ്യാനുള്ള തുക കണ്ടെത്തിയത്. പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ആഹാരം നൽകി അവരുടെ വിശപ്പകറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു ആശയത്തിലേക്ക് എത്തിയതെന്ന് ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ NCC അംഗം ഐശ്വര്യരാജ് പറഞ്ഞു. കുറേ നാളുകളായിട്ട് വിചാരിച്ചായിരുന്നു ഇങ്ങനെ ചെയ്യണമെന്ന്. ഇത് 2023 കൂട്ടി നമ്മുടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത്. നമ്മൾ ജൂനിയേഴ്സും സീനിയേഴ്സും കൂടി NCCയുടെ ഇതിൽ കുറച്ച് പൈസ ഇങ്ങനെ സ്വരൂപിച്ച് ഇങ്ങനെ ഇത് രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ കൊടുക്കുകയാണ്. ഇങ്ങനെ ഫീഡ് കണ്ണൂരിൻ്റെ ഒരു പ്രോഗ്രാമിൽ നമ്മൾക്ക് പാവപ്പെട്ടവർക്ക് ഒരു നേരത്തേക്കെങ്കിലും ഭക്ഷണം കൊടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് അഭിമാനവും സന്തോഷവുമുണ്ട്. കോവിഡ് കാലഘട്ടത്തിലാണ് ഫീഡ് കണ്ണൂർ എന്ന സംഘടന ആരംഭിച്ചത്. ആദ്യം 25 പൊതിച്ചോറുകൾ വിതരണം ചെയ്തു തുടങ്ങിയ സംഘടന ഇപ്പോൾ 100-ലധികം ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥികൾ ഇത്തരമൊരു സാമൂഹിക കാഴ്ചപ്പാടുകൾ കാണിക്കുന്നത് ആവേശകരമാണ്. പുതിയ തലമുറ എങ്ങനെയാണ് പ്രശ്നങ്ങളെ കാണുന്നതെന്നുള്ളതാണ് ഇവിടെ തെളിയുന്നതെന്നും ഫീഡ് കണ്ണൂർ സ്ഥാപക പ്രസിഡന്റ് P. ശശി പറഞ്ഞു. ഇത് തെരുവിൽ കഴിയുന്നവർക്കാണ് ഈ ഭക്ഷണം കൊടുക്കുന്നത്. ആശ്രയമില്ലാത്തവർക്ക് കഴിഞ്ഞ 2 വർഷത്തിലേറെയായി പീപ്പിൾസ് ലോ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ കുട്ടികൾ ഇതിനു മുമ്പും ചെമ്പിലോട് സ്കൂളിലെ ഇതേ ബാച്ച്പ്പെട്ട കുട്ടികൾ ഒരു ദിവസം ഇവിടെ ഭക്ഷണം കൊടുത്തിരുന്നു. അവർക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയാണ് അവർ സ്വരൂപിച്ച് വെച്ച് 100ഓളം ആളുകൾക്ക് ഇവിടെ സൗജന്യമായുള്ള ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് കൊടുക്കാൻ തയ്യാറായി വരുന്നത്. അത് വലിയ മാനവീയ കാഴ്ചപ്പാടാണ്, സാമൂഹ്യ പ്രതിബദ്ധതയാണ്. കുട്ടികളെ എന്തുകൊണ്ടും അനുമോദിച്ചേ പറ്റും. 60ഓളം NCC കേഡറ്റുകൾ ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി. കേരള വിഷൻ MD പ്രിജേഷ് അച്ചാണ്ടി, സാരംഗ് ജയപ്രകാശ്, അഡ്വക്കേറ്റ് ജയൻ, MV വീണ, CP റഷീദ് എന്നിവർ സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.